കൃത്യമായ മതനിരപേക്ഷ നിലപാട് അദ്ദേഹം കൈക്കൊണ്ടു. തുഞ്ചൻ പറമ്പിൻ്റെ കാര്യത്തിൽ അടക്കം തുഞ്ചൻ പറമ്പിനെ ഒരു മതനിരപേക്ഷ സ്ഥാപനമാക്കി തന്നെ നിലനിർത്തണമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ നിഷ്കർഷയുണ്ടായിരുന്നു. അത് അതേപടി തന്നെ നിലനിർത്താൻ അദ്ദേഹം ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും പല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണെങ്കിൽ പോലും അദ്ദേഹം ശ്രദ്ധിച്ചു. അത് അദ്ദേഹത്തിൻ്റെ രചനകളിലും കാണാം. ഇപ്പോൾ അസുരവിത്തിലാണെങ്കിലും നാലുകെട്ടിലാണെങ്കിലും ഒക്കെ തന്നെ അതിലെ പല കഥാപാത്രങ്ങളുമുണ്ട്. എൻ്റെ മനസ്സിൽ വളരെ പെട്ടെന്ന് തന്നെ കടന്നു വരുന്ന ഒരു കഥാപാത്രം അപ്പുണ്ണിയാണ്. അപ്പുണ്ണിയും സൈതലവിയും തമ്മിലുള്ള ബന്ധം, തൻ്റെ അച്ഛനെ കൊന്നത് സൈതലവിയാണ് എന്ന് സംശയിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കെ തന്നെ ഈ സൈതലവിയെ ഏതാണ്ടൊരു പിതൃസ്ഥാനത്ത് തന്നെ കാണാൻ കഴിയുന്ന അപ്പുണ്ണിയുടെ ഒരു മനസ്സ്. അതേപോലെ മറ്റൊരു കൃതിയിലാണെങ്കിൽ ഗോവിന്ദൻകുട്ടിയും കുഞ്ഞരക്കാരും തമ്മിലുള്ള ബന്ധം. കുഞ്ഞരക്കാരുടെ ഒരു തണലിലാണ് ഗോവിന്ദൻകുട്ടിയും കുടുംബവും കഴിയുന്നത്. എന്നാൽ ഈ ഗോവിന്ദൻകുട്ടിയെ ഈ വിധത്തിൽ പരിരക്ഷിക്കുന്ന ആളാണ് കുഞ്ഞരക്കാർ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ കുഞ്ഞരക്കാർക്കും അദ്ദേഹത്തിൻ്റെ സമുദായത്തിനും സ്വീകാര്യമാവട്ടെ എന്ന രീതിയിൽ ഏതാണ്ട് മതം മാറി എന്നോണം കുഞ്ഞരക്കാരുടെ മുമ്പിൽ ഗോവിന്ദൻകുട്ടി പ്രത്യക്ഷപ്പെടുന്നതും ആ ഗോവിന്ദൻകുട്ടിയിൽ നിന്ന് മുഖം തിരിച്ച് കുഞ്ഞരക്കാർ നിൽക്കുന്നതും ആയിട്ടുള്ള ആ സന്ദർഭം എൻ്റെ മനസ്സിൽ വരികയാണ്. അവിടെയൊക്കെ തന്നെ ഈ മതനിരപേക്ഷതയുടെ ഒരു മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു സാഹിത്യം, അത് സമകാലിക ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മനുഷ്യസ്നേഹത്തിൻ്റെ ഉദ്ഗാതാവായിരുന്നു എല്ലാ അർത്ഥത്തിലും എം ടി. ആ മനുഷ്യസ്നേഹത്തിന് ഹാനികരമായി വരുന്ന എന്തിൻ്റെയും എതിർപക്ഷത്തായിരുന്നു എം ടി എന്നും തന്നെ നിലകൊണ്ടത്. എം ടി മലയാളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ എന്ന് പറയുന്നത് കാലം ആണ് വിലയിരുത്തേണ്ടത്. നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് തീർക്കാവുന്നതല്ല. ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന വ്യക്തികൾ വളരെ വളരെ അപൂർവമാണ്. അത്തരം അപൂർവം വ്യക്തികളുടെ നിരയിലാണ് ഏതാണ്ടൊരു കുലപർവ്വത സ്ഥാനമുള്ള എഴുത്തുകാരൻ. മലയാളത്തിലെ ഇതര എഴുത്തുകാർക്കെല്ലാം തന്നെ ഏതാണ്ട് രക്ഷകർത്താവിനെ പോലെ സമീപിക്കാൻ കഴിയുമായിരുന്ന ഒരാൾ. അങ്ങനെയുള്ള ഒരു രക്ഷാകരം വളരെ പെട്ടെന്നങ്ങ് മറഞ്ഞു പോയതുപോലെയാണ് തോന്നുന്നത്. എം ടിയുമായി അടുത്ത് പ്രവർത്തിക്കാനുള്ള സന്ദർഭങ്ങൾ ധാരാളമായി എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ എം ടി എന്ന വടവൃക്ഷത്തോടൊപ്പം ഒരു ചെറു ചെടി എന്ന് പറയാവുന്ന എനിക്കും കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ അംഗത്വമുണ്ടായി. ആ സമയത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എം ടി മത്സരിക്കണമെന്ന് ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം നിർബന്ധിച്ചു. എം ടി ഒടുവിൽ അതിന് സമ്മതിക്കുകയും ചെയ്തു. ആ മത്സരത്തിൽ നിന്ന് സുനിൽ ഗംഗോപാധ്യായുമായിട്ടായിരുന്നു മത്സരം. എന്നാൽ ഒടുവിൽ ഒരു വോട്ടിനോ മറ്റോ എം ടി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ പരാജയപ്പെട്ടതിനെ തുടർന്ന് അക്കാദമിയുടെ ജനറൽ കൗൺസിൽ കൂടിയപ്പോൾ ഞാനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആ സമിതിയിൽ പ്രപ്പോസ് ചെയ്തത് എം ടി അങ്ങനെയാണെങ്കിൽ അക്കാദമിയുടെ എക്സിക്യൂട്ടീവിൽ ഉണ്ടാവണമെന്ന്. അപ്പോൾ എം ടി എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പേര് പ്രപ്പോസ് ചെയ്യരുത്. അക്കാദമിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് പരാജയപ്പെട്ട ഒരാൾ ആ ജനാധിപത്യ വേദിയിൽ ഒരു പിൻവാതിലിലൂടെ പ്രവേശിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് എൻ്റെ പേര് പ്രപ്പോസ് ചെയ്യരുത് എന്ന് നിർബന്ധിക്കുകയായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഒഴിവാകുകയായിരുന്നു. വളരെ പ്രിൻസിപ്പിൾഡായിട്ടുള്ളൊരു പൊസിഷൻ അദ്ദേഹം എടുത്തിരുന്നു എന്ന് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇതേപോലെ തന്നെ തുഞ്ചൻ പറമ്പിലേക്കുള്ള ക്ഷണം, തുഞ്ചൻ പറമ്പിലേക്ക് നിരവധി തവണ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. ആ ക്ഷണത്തിൻ്റെയൊക്കെ പിന്നിൽ എന്നോടുള്ള വലിയൊരു സ്നേഹവും വാത്സല്യവുമായിരുന്നു എന്ന കാര്യം എനിക്ക് കൃത്യമായി അറിയാം. ശാരീരികമായി വല്ലാതെ വൈഷമ്യം അനുഭവിക്കുന്ന ഘട്ടത്തിൽ പോലും എം ടി ഞാൻ ഉദ്ഘാടനം ചെയ്ത ആ സെമിനാറിൻ്റെ സദസ്സിൻ്റെ മുമ്പിലിരുന്ന് 1 മണിക്കൂറോളം നീണ്ട ആ പ്രഭാഷണം തുടർച്ചയായി കേട്ടുകൊണ്ടിരുന്നത് ഞാൻ ഓർമ്മിക്കുന്നു. മറ്റു പലരുടെയും പ്രസംഗങ്ങൾക്ക് ഇങ്ങനെ മുമ്പിൽ പോയിരിക്കാൻ എം ടിക്ക് ഇപ്പോൾ കഴിയുമായിരുന്നില്ല. ശാരീരികമായി വലിയ അവശതയുണ്ടായിരുന്നു. എന്നിട്ടും അങ്ങനെ വന്ന ആ എം ടിയുടെ മനസ്സിൽ എൻ്റെ നേർക്കുണ്ടായിരുന്ന സ്നേഹം, വാത്സല്യം, കാരുണ്യം അതൊക്കെ തന്നെ തിരിച്ചു നൽകാൻ പറ്റാത്തതാണ്. എം ടിയുടെ എഴുത്തുകൾ വിലയിരുത്തുന്നവർ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, വള്ളുവനാടൻ സാമൂഹ്യ ജീവിതത്തിൻ്റെ മുദ്ര എന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക കള്ളിക്കുള്ളിലായി അടച്ച് സൂക്ഷിക്കാവുന്നതാണ് എം ടിയുടെ സാഹിത്യ സംഭാവന എന്നെനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ആ ഒരു നാടിൻ്റെ സവിശേഷ മുദ്രകൾ അദ്ദേഹത്തിൻ്റെ രചനയിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ അങ്ങനെ തളഞ്ഞു നിൽക്കുകയായിരുന്നില്ല അദ്ദേഹം ചെയ്തത്. ഏത് സർഗാത്മക സാഹിത്യകാരൻ്റെയും വ്യക്തിത്വത്തിൽ ആന്തരികമായ ചില വിസ്ഫോടനങ്ങളുണ്ടാകും. സർഗാത്മകതയുടെ വിസ്ഫോടനങ്ങളാണവ. അത്തരം വിസ്ഫോടനങ്ങൾ ധാരാളമായി ഉണ്ടാകുമ്പോൾ മാത്രമാണ്
അതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവ മണ്ഡലത്തിലേക്ക്, ഒരു അനുഭൂതി തലത്തിലേക്ക് ആ സാഹിത്യകാരൻ എത്തുന്നത്. അങ്ങനെയാണ് ഒരു സാഹിത്യകാരൻ, നോവലിസ്റ്റാണെങ്കിലും കവിയാണെങ്കിലും സ്വയം നവീകരിക്കുന്നത്, ഭാവുകത്വത്തെ നവീകരിക്കുന്നത്, സാഹിത്യത്തെ ശക്തിപ്പെടുത്തുന്നത്. എം ടിയുടെ കാര്യത്തിൽ ഈ ആന്തരിക സർഗവിസ്ഫോടനങ്ങൾ തുടർച്ചയായി നടന്നിട്ടുണ്ട്. അതിന് സമാനമായി മലയാളത്തിൽ അധികം പേരിൽ നടന്നിട്ടില്ല. എം ടി മാറി വരുന്ന തലമുറകൾക്ക്, മാറി വരുന്ന കാലത്തിനൊക്കെ എങ്ങനെ സ്വീകാര്യനായിരിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. സത്യത്തിൽ ഈ ആന്തരിക സർഗവിസ്ഫോടനങ്ങൾ ധാരാളമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഉണ്ടായി. അങ്ങനെ ഓരോ ആന്തരിക സർഗവിസ്ഫോടനത്തിനും ശേഷം അതിൽ നിന്ന് വളരെ അതുവരെ എഴുതിയതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയിൽ അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞു. കുട്ടിയാടത്തി, ഇരുട്ടിൻ്റെ ആത്മാവ്, അതൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരു എം ടിയെ നമുക്കറിയാം. അതിൽ നിന്ന് എത്ര വ്യത്യസ്തനാണ് രണ്ടാമൂഴം എഴുതിയ, അല്ലെങ്കിൽ വാരണാസി എഴുതിയ എം ടി. അതിൽ നിന്നും എത്ര വ്യത്യസ്തമാണ് ഷെർലക് എഴുതിയ എം ടി. അപ്പോൾ പ്രമേയ സ്വീകരണത്തിൻ്റെ കാര്യത്തിലായാലും, എഴുത്തിലെ ശൈലിയുടെ കാര്യത്തിലായാലും, ആവിഷ്കരണ സമീപനത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് ഈ കാലഘട്ടങ്ങൾക്കനുസരിച്ച്, മാറി വരുന്ന കാലത്തിനനുസരിച്ച് സ്വയം നവീകരിച്ചുകൊണ്ട് പുതിയ തലമുറകൾക്ക് സ്വീകാര്യനാവുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് എം ടിയുടെ കൃതികളെയൊക്കെ ക്ലാസിക് എന്ന് പറയാവുന്നത്. ക്ലാസിക്കാവുന്നത് എങ്ങനെയാണ് ഒരു കൃതി? ഇറ്റ് ഷുഡ് ബി കണ്ടംപററി ടു ഓൾ ചേഞ്ചിങ് ടൈംസ്. കാലം ഇങ്ങനെ മാറി മാറി വരും. അങ്ങനെ മാറി വരുന്ന കാലങ്ങൾക്ക് സമകാലികമായി ഇരിക്കുന്ന കൃതികളെ മാത്രമേ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റൂ. എം ടി എഴുതി തുടങ്ങിയ ഘട്ടത്തിൽ എം ടിയോടൊപ്പം എഴുതി വന്നവരുണ്ട്. എം ടി എഴുത്ത് ഏതാണ്ട് സമാപിപ്പിച്ച ഘട്ടത്തിൽ തന്നെ, അങ്ങനെ ഒരു ഘട്ടം ഇല്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതത്തിൻ്റെ സമാപന ഘട്ടത്തിൽ എഴുതി തുടങ്ങിയവരുണ്ട്. ഇങ്ങനെ പല തലമുറകൾക്ക് എം ടി സ്വീകാര്യനായത് തീർച്ചയായും ഈ ഒരു പ്രത്യേകത കൊണ്ടാണ്. ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് വരെ എം ടി സ്വീകാര്യനാകുന്നു. ഇനി വരാൻ പോകുന്ന തലമുറകൾക്കും അദ്ദേഹം സ്വീകാര്യനായി തന്നെ തുടരുമെന്ന കാര്യത്തിലും എനിക്ക് സംശയമൊന്നുമില്ല.